ഹായ് ഹലോ ഗ്രീൻ ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ അന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ കോഴി വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നാടൻ കോഴി വിരിഞ്ഞിട്ട് ഒരു 7 കുട്ടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 കോഴിക്കുട്ടികൾ ചത്തുപോയിട്ടുണ്ട്. പിന്നെ അധികം വെള്ളക്കോഴികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളക്കോഴിയിൽ ഒരു ചുമപ്പയും ഒരു വെള്ളയും ചത്തിട്ടുണ്ട്. ബാക്കി ഒരു 5 കോഴിന് കിട്ടിയിട്ടുണ്ട്. 5 കോഴിയിൽ 3 കോഴി വെള്ളയാണ്, ബാക്കി 2 കോഴി ചുമപ്പാണ്. പിന്നെ ഇനി മുട്ടകൾ വിരിയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിരിയണ കുഞ്ഞുങ്ങളെ മാറ്റി ഇടുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ താറാമുട്ടയും കൂടി ഇതിൽ വെച്ചിട്ടുണ്ട് കോഴിക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് 28 ദിവസം വേണം താറാമുട്ട വിരിയാനായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ ഫുള്ളും മാറ്റിയിടാണ്. അപ്പോൾ വിരിയണ കുഞ്ഞുങ്ങളെ ഫുള്ളും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കോഴി ഇരിക്കില്ല, കുഞ്ഞുങ്ങൾ കൊണ്ട് പുറത്തിറങ്ങും. അപ്പോൾ അത് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ നമ്മൾ സെപ്പറേറ്റ് വേറൊരു കൂട്ടിലിട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളൊരു 1:45 സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം നല്ല വെയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവനെ നമ്മൾ പുതുക്കാടുന്ന് വാങ്ങിയതാണ്, ഇറച്ചിക്കടയിൽ നിന്നാണ് വാങ്ങിയത്. ഇവനെ നാടൻ കോഴിയാണ്. അപ്പോൾ ഇവനെ സെയിലിങ് ചെയ്തിട്ടാണ് നമുക്ക് വൈറ്റ് കുട്ടികൾ കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വെള്ള കുട്ടികളെ കിട്ടിയില്ല കേട്ടോ. ഒരു 3-4 എണ്ണത്തിന് കിട്ടിയിട്ടുള്ളൂ. പിന്നെ അവിടെ ഇരിക്കുന്ന കോഴി ഒരു ചുമപ്പ് കോഴിയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അവളുടെ നിറം വന്നിട്ടുണ്ട് കോഴികൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളക്കോഴി മുട്ടയിട്ടിട്ടില്ല. ഇത് നാടൻ കോഴി തന്നെയാണ്, വൈറ്റ് പിടക്കോഴി കേട്ടോ. അതും മുട്ടയിട്ടിട്ടില്ല. ഇനി വെള്ളപ്പടം കൂടി മുട്ടയിടാനുണ്ട്. അവളും കൂടി മുട്ടയിട്ട് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളെ കിട്ടുന്ന പ്രതീക്ഷയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ താറാവുകൾ ഈ കൂടിൻ്റെ അടിയിലുണ്ട് കേട്ടോ. ചൂട് കാരണം കൊണ്ട് ഇതിൻ്റെ അടിയിൽ വന്ന് നിൽക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് താറാവ് മുട്ടയിട്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നാടൻ കോഴി മുട്ട അടയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ അടയിരിക്കുന്നുണ്ട്. ഇപ്പോൾ 21 ദിവസം ആയിട്ടുണ്ട് കറക്റ്റ്. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ താറാമുട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വിരിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ മാറ്റി വെക്കുന്നത്. പിന്നെ അതുപോലെ കോഴിമുട്ടയൊക്കെ പുറത്താണ് ഇരിക്കുന്നത് കേട്ടോ. കോഴിമുട്ട ഫുള്ളും പുറത്തേക്ക് മാറി ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് 2 കോഴിക്കുഞ്ഞുങ്ങൾ ചത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഒരുപാട് മുട്ട വെച്ചിട്ടാണ്. ഇത് 90 കോഴിയാണ്. അത് കാരണം ഒരുപാട് മുട്ട അത് അടയിരിക്കും. അത് കാരണം നമ്മൾ കോഴികളെ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. കുഞ്ഞുങ്ങളെ സൗണ്ട് കേട്ടപ്പോഴാണ് നമ്മൾ വന്ന് നോക്കിയത്. അങ്ങനെ കുഞ്ഞുങ്ങളും വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ചുമപ്പ് കോഴിയും അതുപോലെ തന്നെ ഒരു വെള്ളക്കോഴിയും ചത്തിട്ടുണ്ട്. അത് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ശ്വാസം മുട്ടി ചത്തത് കേട്ടോ. അപ്പോൾ ഈ ചത്തു എന്ന് പറയണത് ഞാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഈ മനുഷ്യരെ മാത്രമാണ് മരിച്ചു എന്ന് പറയുള്ളൂ. ഈ മൃഗങ്ങളായാലും എന്ത് പക്ഷികളാണെങ്കിലും ചാവണേനെ ചത്തു എന്ന് തന്നെ ഞങ്ങളുടെ അവിടെ പറയാം. അത് കാരണം ഞാനിങ്ങനെ ചത്തു എന്ന് പറയണ കേട്ടോ. അതുപോലെ തന്നെ താറാമുട്ട ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വിരിയാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കുഞ്ഞുങ്ങളെ മാറ്റണത് തന്നെ. അപ്പോൾ കുഞ്ഞുങ്ങളെ ഞാൻ വേറെ കൂട്ടിക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ചാത്തൻകോഴിനെ കൊണ്ടുവന്നത്. അതായത് വെള്ളക്കോഴിയുടെ ഒരു ഗ്രൂപ്പ് തന്നെ, അതായത് ഒരു ഫാം തന്നെ ഉണ്ടാക്കാമെന്ന് ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോഴാണ് സക്സസ് ആയത്. പക്ഷേ ഇത് 2-3 ആൾക്കാർക്ക് വെള്ളക്കോഴിയെ ചോദിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് ഒരുപാട് വെള്ളക്കോഴികളെ ഇതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. അപൂർവമായിട്ടാണ് വെള്ളക്കോഴികൾ കിട്ടാറ്. അത് പെട്ടെന്നൊന്നും കിട്ടണമെന്നില്ല. അത് ഇങ്ങനെയൊക്കെ ഇത്തിരി കടുങ്കൈ ചെയ്താൽ മാത്രമാണ്, അതായത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് വെള്ളക്കോഴി കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ ചുമപ്പ കോഴിക്കുട്ടികളുണ്ട്, പിന്നെ കറുപ്പൊക്കെ ഉണ്ട്. അവരെ മാറ്റിയിടണം. വെള്ളക്കോഴികളെ മാത്രം ഇട്ടിട്ട് അവരെ ഒന്ന് വികസിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അതിപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച കാരണം കൊണ്ടായിരിക്കും 3 എണ്ണം കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ ഒരു വെള്ള ചത്തു പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ചുമപ്പിന് ചത്തു പോയിട്ടുണ്ട്. അത് ആക്രാന്തം കൊണ്ടാവാൻ, എൻ്റെ ആക്രാന്തം കൊണ്ടായിരിക്കും ചിലപ്പോൾ ചത്തു പോയിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ ഒരു വിഷമം ഇതിനിടയിൽ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാനത് ചത്തുപോയത് നമ്മുടെ വീഡിയോയിലൊന്നും കാണിക്കണില്ല കേട്ടോ. അതുപോലെ തന്നെ ചൂടുള്ള കാരണം കൊണ്ട് തന്നെ ഞാൻ ഇവറ്റുങ്ങൾക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കണില്ല. ലൈറ്റ് കാലത്ത് കിട്ടണ്ടായത് ഒരു 11 മണി വരെ ഞാൻ ലൈറ്റ് ഇട്ട് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഴികൾ ഇപ്പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. വലിയ കോഴികൾ ഇപ്പുറത്ത് മാറ്റിയിട്ടുണ്ട്. വേറെ കൂടില്ലാത്ത കാരണം കൊണ്ട് ഇത് കാർഡ്ബോർഡ് പെട്ടിക്ക് 2 കള്ളി ആക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇവരെ ഇപ്പുറത്ത് കൂട്ടിൽ ഇട്ടേക്കണത്. പിന്നെ അതുപോലെ തന്നെ നല്ല ചൂടുണ്ട്. വീട്ടുകൾക്കൊക്കെ ചൂട് സഹിക്കാൻ പറ്റുന്ന അത്രയും ചൂടുണ്ട്. അപ്പോൾ അത് സഹിച്ചിട്ടാണ് വീട്ടുകളിൽ കൂട്ടി കിടക്കുന്നത്. വീട്ടിൽ മാറ്റിയിടാൻ വേറെ കൂടില്ല. പിന്നെ അതുപോലെ നമ്മുടെ ടർക്കി കുട്ടികളൊക്കെ ഇതിലുണ്ട്. പിന്നെ നമ്മുടെ വെള്ള പെടക്കോഴിയും കൂടി മുട്ടയിടാനുണ്ട്. അത് മുട്ടയിട്ടിട്ട് കുഞ്ഞുങ്ങളെ കിട്ടുന്ന എൻ്റെ പ്രതീക്ഷ. ഒരു കാർഡ്ബോർഡ് പെട്ടിയും കൂടി വെച്ച് കൊടുക്കണം ഇതിൻ്റെ ഉള്ളിലിട്ടാ. ഇതിൻ്റെ മുകളിലൊന്നും കൂടി വെച്ച് ഈ ചൂടൊന്ന് കുറയ്ക്കാൻ നോക്കണം. ഇനിയും കോഴിമുട്ടകൾ വിരിയാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ അത് വിരിഞ്ഞതിന് ശേഷം ഞാൻ ഇടുന്നതായിരിക്കും. ബാക്കിയുള്ള താറാവുകളൊക്കെ അപ്പുറത്ത് നിൽക്കാൻ കേട്ടോ. അവർ നോക്കി എന്തിട്ട് ചെയ്യണമെന്ന് അറിയാനായിട്ട് എല്ലാവരും തണലിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറി നിൽക്കാൻ കേട്ടോ. തണൽ ആശ്രയിച്ചാണ് ഇവർ നിൽക്കുന്നത്. ഈ ഭാഗത്ത് മാത്രമാണ് തണലുള്ളത്. അവിടെ നമ്മൾ ചെടി വെച്ചാലും അത് വലുതായിട്ട് തണൽ കിട്ടുന്ന പ്രതീക്ഷയില്ല. എന്നാലും നമ്മളൊരു ചെറിയൊരു തണലിന് വേണ്ടി വെച്ചേക്കണതാണ്. ഇപ്പോൾ ഭയങ്കര ചൂടാണ്, നമുക്ക് അങ്ങോട്ട് നോക്കാൻ വരെ പറ്റില്ല. കണ്ണൊക്കെ അടിച്ചു പോണ വെയിലാണ്. അപ്പോൾ ബാക്കിയുള്ളവർ ഇവിടെ പിന്നെ പൈപ്പിൽ വെള്ളം വന്നിട്ടില്ല. വെള്ളം വന്നാലേ നമുക്ക് ഇതിൽ നിറയ്ക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ടാങ്കിൻ്റെ പണി അവിടെ കിടക്കാണ്ട് നമുക്കത് ചെയ്യണം.
അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തണം. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ കാണുമായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.